ഹൗ ടു സ്റ്റഡി മാത്സ്, എങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടത്. അപ്പോൾ മാത്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഇപ്പോൾ ഇത് കാണുന്നതിൽ പാരൻസ് ഉണ്ടെങ്കിൽ, അതായത് അമ്മയോ അച്ഛനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾ ചെറിയ മക്കളാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചേച്ചിമാരോ ചേട്ടന്മാരോ കാണുന്നുണ്ട്, നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ 5th-ലോ 4th-ലൊക്കെ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കേണ്ട ക്ലാസ്സിലെത്തി എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസവും അവരെ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിക്കാം. ഞാൻ കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഗുണിക്കാനും ടക്ക് 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 എന്നുള്ള സ്പീഡിൽ കിട്ടിയില്ലെങ്കിൽ മാത്സ് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്റർ, ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് തന്നെയായിരിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള സബ്ജക്റ്റായിരുന്നു മാത്സ്. പക്ഷേ ഇവരെ നിർബന്ധം കാരണം ഞാൻ പഠിച്ചു പോയ ഒരു സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഞാൻ പാസ്സാവുന്ന പോലും ഞാൻ വിചാരിച്ചതല്ല മാത്സ്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈമാണ്. മാത്സ് ഒരു മാജിക് സബ്ജക്റ്റാണ്. നമ്മളതിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഡിക്റ്റ് ആയി പോകുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം മാത്സ് പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതി നോക്കിയിട്ട് എങ്ങനെയുണ്ട് റിസൾട്ടിൽ വ്യത്യാസം എന്ന് എന്നെ അറിയിക്കാൻ മറക്കണ്ട.